അപ്പൊ അമ്മേ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് ശകലം ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം. വരട്ടിയത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കൻ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാപ്പാല്, പിന്നെ ആവശ്യത്തിന് മുളക്, മസാലപ്പൊടികൾ ആണ്. അപ്പൊ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തുടങ്ങാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റാം. അമ്മ ഉള്ളി നന്നായിട്ടാവണം. ശരിക്കും വളർന്നു വേണം ആണല്ലേ? ശരിക്കും വളർന്നു വന്നിട്ടാണ് നമ്മൾ പൊടികളും എല്ലാം ചേർക്കണത്. പിന്നെ കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിടാനായോ? ഇല്ല, ശകലം നേരോടെ കഴിയണം. ഇച്ചിരി കൂടെ നല്ല ശരിക്കും ചിക്കന് നല്ല ഗ്രേവി പോലെയായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ ഏറ്റവും? ചെറിയുള്ളിയാണ് സ്വാദ്. മറ്റേ സവാള ചേർത്ത് കഴിയുമ്പോൾ വരട്ടേന് അത്ര സ്വാദ് കിട്ടില്ല. ഞാൻ കറിവേപ്പില എടുക്കാം. പൊട്ടി പറിക്കോ? ഇല്ല, പൊട്ടിപ്പറിക്കുമ്പോൾ ഓടിയാ മതി. ഉള്ളിയും കരിവേപ്പിലും കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു മണം വരില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ മസാല ചേർക്കാം അല്ലേ? ആദ്യം ഏതാ വേണ്ടേ? ആദ്യം മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി എത്രയാ? മല്ലിപ്പൊടി 2 സ്പൂൺ. 1 2 മതി. നമുക്ക് അവസാനം പിന്നെ ഇച്ചിരി കൂടെ ചേർക്കണം. ഇനി മുളക് പൊടി 2 സ്പൂൺ നിറച്ചിടട്ടെ. മതി. മഞ്ഞപ്പൊടി 1 സ്പൂൺ ഇട്ടു. നിറച്ചിടാം. മതി. ഇനി ചിക്കൻ മസാല ഇല്ലേ, നമുക്ക് അവസാനം ഇടണം. ഒരു 2 സ്പൂൺ ഇട്ടു. ഇടാം. ഗരം മസാല അതോ? അതൊരു സ്പൂൺ. നിറച്ച് വേണം? വേണ്ട, 10 സ്പൂൺ മതിയോ? കുരുമുളക് പൊടി അവസാനം മതി. പിന്നെ പെരിഞ്ചീരകം ഇച്ചിരി ഇട്ടു. പെരിഞ്ചീരകം അതെത്ര വേണം? എത്ര മതിയോ? ഇടും. എത്ര മതി? ഇച്ചിരിയും കൂടെ ഇട്ടു. മതിയോ? നമുക്ക് വഴറ്റിയിട്ട് ഉപ്പ് ഇടണം. അപ്പം ഉപ്പ് ചിക്കനും കൂടെ ഇട്ടിട്ട് മതി. മസാല നന്നായി മൂത്തു കഴിഞ്ഞാൽ ചിക്കൻ ചേർക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം.
നോക്കാം. നല്ല വെള്ളമൊക്കെ ഇറങ്ങി ഇനി ചിക്കൻ വെന്തിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ചിക്കൻ ഗ്രേവി ഇല്ലാതെ ഒട്ടും ഗ്രേവിയില്ല, നല്ല വെറുതെ എടുത്ത് വെച്ചു. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെറുതെ കഴിക്കാം, പിന്നെ അപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. പൊറോട്ട മേടിച്ച് കഴിഞ്ഞാൽ പൊറോട്ട കൂടെ കഴിക്കാം. അമ്മ ഒക്കെ പറയാം. പക്ഷേ പൊടിയൊക്കെ ഇട്ടു കേട്ടോ, മല്ലിപ്പൊടി, മസാല, കുരുമുളക് പൊടി, കുരുമുളക് ഇടാറായോ? ഇട്ടു. എത്ര വേണ്ട? ഒരു സ്പൂൺ ഇട്ടാൽ മതി മല്ലിപ്പൊടി. ഇത് മതിയോ? പിന്നെ ഗരം മസാല. മസാല ഒരു സ്പൂൺ, കുറച്ച് വേണോ? ഒരു മുക്കാൽ ഇട്ടാൽ മതി. കുരുമുളക് പൊടി എടുത്താൽ നിറച്ചിടുക. നിറച്ചിട്ട് ഇടട്ടെ. ചിക്കൻ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. അവസാനം അല്പം കറിവേപ്പില കൂടെ ചേർക്കാം. ഗ്രേവി എല്ലാം വറ്റി ചിക്കൻ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഞങ്ങളിതാ തേങ്ങാപ്പാൽ ഒഴിച്ച് വരട്ടിയ ചിക്കൻ, ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രുചിയുള്ള ഈ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.